മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. സോനം വാങ്ചുകിനെ പോലീസ് തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട് ജയ്ക്ക് എന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയിലെ ഒരു ചെറിയ ഭാഗമാണ്. ത്വാത്വിക അവലോകനാണ്. നിങ്ങൾ കേട്ടു. അത്തരം സംശയങ്ങളെ പ്രബലപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ അത്തരം സംശയങ്ങൾക്ക് ബലം പകരുന്നതാണ് ഇന്ന് രാജ്യതലസ്ഥാനത്ത് സംഭവിച്ച അത്യന്തം മനുഷ്യത്വവിരുദ്ധമായ RSSനാൽ നയിക്കപ്പെടുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ സ്പോൺസേഡ് പരിപാടി. ഇന്ന് അത്തരം ചോദ്യങ്ങളെ, സംശയങ്ങളെ പ്രബലപ്പെടുത്തുന്നതാണ്. ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു, നിക്കനോർ പാറോ മറ്റോ ആണ് ഒരു വേള എഴുതിയത്, അമേരിക്കയിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു പ്രതിമ മാത്രമാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഒരു കവിതാ പ്രയോഗമായിരുന്നു. അമേരിക്കയിലെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ളത് യഥാർത്ഥത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവങ്ങൾക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോഴും ലീക്ക് ചെയ്യപ്പെട്ട ഈ പരീക്ഷാ പേപ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് മാർക്ക് ലഭിക്കണമെങ്കിൽ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഏത് എന്ന ചോദ്യത്തിന് നമുക്കിപ്പോഴും വിയോജിപ്പോടുകൂടെ മാർക്ക് ലഭിക്കാൻ എഴുതേണ്ട വരുന്ന ഉത്തരത്തിന്റെ പേര് ഇന്ത്യ എന്നുള്ളതാണ്. പക്ഷേ അതേ ഇന്ത്യൻ തലസ്ഥാന നഗരിയിലാണ് ഇന്ന് കഴിഞ്ഞ 20 ദിവസക്കാലമായി യാതൊരു വിധത്തിലുള്ള അക്രമ സംഭവങ്ങളോ യാതൊരു വിധത്തിലുള്ള അക്രമോത്സുകമായ സമരരീതികളോ ഒന്നും കൈക്കൊള്ളാതെ അങ്ങേയറ്റം സമാധാനപൂർണമായ ഒരു നിരാഹാര സമരരീതി അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ഒരു സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകനെ നൂറുകണക്കിന് വരുന്ന പോലീസ് ബന്ദോബസ്തോടുകൂടെ പിടിച്ചുകൊണ്ടു പോകുകയാണ്. പിടിച്ചുകൊണ്ടു പോകുന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് യൂണിയൻ ഗവൺമെന്റിന്റെ പ്രതിനിധി എന്നാണ് നമ്മുടെ BJPയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ അവകാശപ്പെട്ടത്. അതെങ്ങനെയാണ് അദ്ദേഹം യൂണിയൻ ഗവൺമെന്റിന്റെ പ്രതിനിധിയാകുന്നതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം BJPയുടെ പ്രവർത്തകനാണ്, അല്ലെങ്കിൽ നേതൃപദവി അലങ്കരിക്കുന്നയാളാണ്, സ്പോക്സ് പേഴ്സൺ ആണ്. എന്തോ ആവട്ടെ, ഇരിക്കട്ടെ. ചർച്ച കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ. BJP നേതാക്കന്മാർ കേന്ദ്ര സർക്കാർ പ്രതിനിധികളായി ഒറ്റയടിക്ക് മാറുന്നത് എങ്ങനെയാണ് നമുക്ക് പിടികിട്ടിയിട്ടില്ല. ഇവരെങ്ങനെ ജനാധിപത്യത്തെ കാണുന്നു എന്നുള്ളതിന്റെ ഉത്കൃഷ്ടമായ ഒരു ഉദാഹരണം കൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. നിങ്ങൾ കേട്ടില്ലേ? കടിച്ചാ പൊട്ടാത്ത വാക്കുകൾ അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം സ്വന്തമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തൊക്കെ തന്നെയായാലും ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് രാജ്യത്തിപ്പോ ഒറ്റ സംസ്ഥാനത്തും ഭരണമില്ലാത്തൊരു ഗതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രാജ്യത്തെ സാധാരണക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എടുത്ത് ആറ്റിലെറിഞ്ഞു എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യം. അതൊക്കെ തന്നെ അവിടെ നിൽക്കട്ടെ. എന്താണ് സോനം വാങ്ചുകുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതിൽ വിളിച്ചു പറയുന്നത്? ഈ സോനം വാങ്ചുകിനെ എന്തോ കേന്ദ്ര സർക്കാർ ചെയ്തു എന്നാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള്, ജയ്ക്കിനെ പോലെയുള്ള ആളുകള്, കോൺഗ്രസ് നിരന്ന് നിന്ന് വിളിച്ചു പറയാ. അല്ലടോ, നിങ്ങൾക്കൊക്കെ ആ സോനം വാങ്ചുകിനെ കൊല്ലുകയാണ് വേണ്ടത്? ലളിതമായ ചോദ്യ. ആ സോനം വാങ്ചുകിനെ തീർക്കുകയാണോ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക്, കേരളത്തിലെ ഇടതു വലത് പാർട്ടികൾക്ക്? സോനം വാങ്ചുകിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച സകല ആളുകളുടെയും ആവശ്യം ഈ പറയുന്ന സോനം വാങ്ചുകിനെ ഇല്ലാതെയാക്കണമെന്നാണോ ആഗ്രഹം? ലളിതമായ ചോദ്യ. എന്താണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, എന്താണ് പോലീസ് സോനം വാങ്ചുകിനെ അറസ്റ്റ് ചെയ്യാൻ കാരണം? നിരാഹാര സമര കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 20ഓളം ദിവസമായിട്ട് നിരാഹാര സമരം. ആ നിരാഹാര സമരം ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവന് അപകടമാണ്. കോടതി അതിൽ ഇടപെടാൻ പറഞ്ഞു. സോനം വാങ്ചുകുമായി ബന്ധപ്പെട്ട് ജീവന് അപകടമാവുന്ന അവസ്ഥയിലേക്ക് എത്തരുത്. നമ്മുടെ രാജ്യത്തെ നിയമം എന്ന് പറയുന്നത് സ്വയം ഒരാൾ കരുതാണ് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും അതിനെതിരെ കേസെടുക്കും. അതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. ഇതൊക്കെ ലളിതമായിട്ട് ചിന്തിച്ചാൽ പോരെ. അപ്പൊ ഈ സോനം വാങ്ചുകിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതാണ് പ്രശ്നം? അല്ലെങ്കിൽ ഈ സോനം വാങ്ചുക് അവിടെ കിടന്നങ്ങ് എന്തെങ്കിലും ആവട്ടെ എന്നാണോ യഥാർത്ഥത്തിൽ പോലീസ് സംവിധാനങ്ങൾ ചെയ്യേണ്ടത്? ലളിതമായ ചോദ്യം. പിന്നെ പ്രതിപക്ഷത്തിന്, ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾക്ക്, ഇടതിനും വലതിനും ഒക്കെ തന്നെ ഈ സോനം വാങ്ചുക് എങ്ങനെയെങ്കിലും അങ്ങ് തീർന്നു കിട്ടിയാൽ അതും പൊക്കിപ്പിടിച്ച് ഒരു കൊല്ലം സമരം ചെയ്യാലോ എന്നുള്ള ആ ഊളത്തരുമായിട്ടാണ് ഇവന്മാരൊക്കെ തന്നെ രംഗത്തെത്തിയത്. യഥാർത്ഥത്തിൽ സോനം വാങ്ചുകിനെ അറസ്റ്റ് ചെയ്തത് ജീവൻ നിലനിർത്താനാണ്. ഇനിയും ഇതേപോലെ തുടർന്നാൽ മരണം സംഭവിക്കും. അതില്ലാതെയാക്കാനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, അതും കോടതിയുടെ നിർദ്ദേശപ്രകാരം. പിന്നെ അടുത്ത ചോദ്യമാണ്, ഇവന്മാരുടെ വലിയ ചോദ്യമാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സോനം വാങ്ചുകിനെ ചർച്ച ചെയ്യാത്തത്? സോനം വാങ്ചുകിനോട് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? ചർച്ച ചെയ്തുകൂടെ? എന്തിന് ചെയ്യ? ഒരു രാജ്യദ്രോഹിയോട് രാജ്യത്തെ കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്യേ? അതെന്ത് കോപ്പിലേർപ്പാടാ?
ഇയാളല്ലേ ഈ സോനം വാങ്ചുക് എന്ന് പറയുന്നത് ആരാ? ലഡാക്കിൽ നിന്നുകൊണ്ട് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടില്ലേ? ലഡാക്കിലെ, അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ്, അതായത് ചൈനയുടെ ആർമി ലഡാക്കിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ അവർക്ക് വഴികാട്ടുമെന്ന് ലഡാക്കിലെ പ്രതിഷേധ പ്രോഗ്രാമിൽ വെച്ചിട്ട് ഇതേ സോനം വാങ്ചുക് വിളിച്ചു പറഞ്ഞിട്ടില്ലേ? അതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടില്ലേ? അതുമായി ബന്ധപ്പെട്ട് ജയിലിലായിട്ടില്ലേ? അതായത് രാജ്യദ്രോഹിയാണ്. കേന്ദ്ര സർക്കാർ ലഡാക്കിലെ ആളുകളെ നോക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന ചൈനീസ് ആർമിക്ക് ഞങ്ങൾ വഴികാട്ടി കൊടുക്കും ഇന്ത്യയിലേക്ക്. രാജ്യദ്രോഹിയായിട്ടുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഒരു വ്യക്തിയാ സോനം വാങ്ചുക്. ഇത് മാത്രമാണോ? ഇതേ ലഡാക്കിൽ നിന്ന് നേപ്പാളിലും ബംഗ്ലാദേശിലും നടന്നതുപോലെയുള്ള ജൻസി പ്രക്ഷോഭത്തിനും ഇതേ ആള് ആഹ്വാനം ചെയ്തിട്ടില്ലേ? ഈ രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ, അതും കലാപം നടത്തിയിട്ട് അട്ടിമറിക്കാൻ എന്ന തരത്തിൽ ഇയാള് പ്രസംഗിച്ചിട്ടില്ലേ? അപ്പൊ ഇയാളോട് രാജ്യത്തെ ആര് രാജ്യം ഭരിച്ചാലും ഇത്തരം ആളുകളോട് എന്തിനു ചർച്ച ചെയ്യണം? ഇത്തരം ആളുകളെയൊക്കെ പുച്ഛിച്ച് തള്ളുകയല്ല വേണ്ടത്. ജൻസി പ്രക്ഷോഭത്തിന്, കലാപത്തിന് ആഹ്വാനം ചെയ്ത ചൈനീസ് വട്ടാളത്തിന് അവസരം കൊടുക്കും, വഴി കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ രാജ്യദ്രോഹിയോട് കേന്ദ്ര സർക്കാർ ചർച്ച നടത്തണോ? ഇങ്ങനെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അധികമായി പറയുന്നത്. സകല മലയാളികളും തിരിച്ചറിയാ, ഇത്തരം രാജ്യദ്രോഹികളോട് കേന്ദ്ര സർക്കാർ ഇനി ആര് ഭരിച്ചാലും ഒരു ചർച്ചയും പാടില്ല എന്നുള്ളതാണ് ഇന്ത്യൻ പൗരന്മാർ ഉയർത്തിപ്പിടിക്കുന്നത്. ഇനി ഈ പറയുന്ന എക്സാം ഒക്കെയായി ബന്ധപ്പെട്ട്, എന്താണ് ചെയ്തിട്ടുള്ളത്? കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് വീണ്ടും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം എന്തൊക്കെയാണോ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് എക്സാം നടത്തിയില്ലേ? അതും ഡിഫൻസ് മിനിസ്റ്റർ നേരിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ടെലഗ്രാം ഉൾപ്പെടെ മരവിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലേ? ഈ ജൂലൈ 17 വീണ്ടും റിസൾട്ട് വന്നില്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ 11.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തില്ലേ? അതായത് ഒരു വിഷയം സംഭവിച്ചു, കൃത്യമായി CBI അന്വേഷണം നടത്തി കോച്ചിങ് സെന്ററുകൾ, അതായത് താഴെ തട്ട് മുതൽ അതിന്റെ ഏറ്റവും മുകൾ തട്ട് വരെയുള്ള സകലരെയും തൂക്കിയെടുത്ത് ജയിലിൽ അടച്ചില്ലേ? കാര്യങ്ങൾ വളരെ വലിയ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ലേ? കേന്ദ്ര സർക്കാരിനെ നേരിട്ട് ബാധിച്ചൊരു വിഷയത്തിൽ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ നടത്തി അതിന്റെ റിസൾട്ട് വന്ന് അതുമായി ബന്ധപ്പെട്ട് 11.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്ത് ഈ വിഷയം ഇങ്ങനെയല്ലാതെ കോപ്പിലെ കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ പറയുന്നത് പോലെ ഒമാർക്ക് മന്ത്രിസ്ഥാനൊക്കെ അങ്ങ് രാജിവെച്ചത് കൊടുക്കണോ? അതൊക്കെ എന്ത് കോപ്പിലെ ഏർപ്പാടാ? അതും ആരെയും പറയുന്നത്? കൂടുതൽ സമയം ഇന്റർനെറ്റിലുള്ള മഠിയന്മാരായിട്ടുള്ള ഇവരുടെ ലക്ഷ്യം തന്നെ മഠിയന്മാരുണ്ടാക്കുന്ന ഒരു പാർട്ടി, ഇത്തരത്തിലുള്ളൊരു പാർട്ടി രാജിവെക്കണം എന്നങ്ങ് പറയുമ്പോഴേക്ക് അങ്ങ് എടുത്തു കൊടുക്കുക. എന്നിട്ട് അതിനെ പൊക്കി അല്ല കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് അങ്ങോട്ടേക്ക് പോയോ? രാഹുൽ ഗാന്ധി പോയോ? സോണിയാഗാന്ധി പോയോ? പ്രിയങ്ക ഗാന്ധി പോയോ? ഇവർക്കാർക്കും ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ മോദിയാണോ അങ്ങോട്ടേക്ക് പോകേണ്ടത്? അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരാണോ അവരോട് ചർച്ച ചെയ്യേണ്ടത്? ആദ്യം പ്രതിപക്ഷത്തെ രാഹുൽ ഗാന്ധിക്കെങ്കിലോ ഇവര് പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ട് എന്ന് കാണട്ടെ, എന്നിട്ട് പോരെ. അവിടെ കോടലൊക്കെ ഭരണപക്ഷം മറ്റൊന്ന് ജയിക്ക് പറഞ്ഞത്, അത് പറയാതെ പോവാൻ സാധിക്കാത്തത് കൊണ്ടാണ്. BJP പ്രതിനിധിയോടാണ് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന ആളാണോ ഇതെന്താ കേന്ദ്ര സർക്കാർ പ്രതിനിധിയോ? അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. സ്വാഭാവികമാണ്. DYFI ആണെങ്കിലും CPM ആണെങ്കിലും SFI ആണെങ്കിലും ഒക്കെ തന്നെ ഇവരുടെ പ്രധാന സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് എന്താ പറയാറുള്ളത്? സർക്കാർ വേറെ ഞങ്ങൾ വേറെ. അതേപോലെ തന്നെ കോൺഗ്രസ് ഇപ്പൊ എന്താ പറയുന്നത്? സർക്കാർ വേറെ ഞങ്ങൾ വേറെ. KSU പറയുന്നു ഞങ്ങൾ വേറെയാ. അതേപോലെ തന്നെ ജിൻഡോ ജോൺ മുതൽ കോൺഗ്രസിന്റെ വക്താക്കള് നിരന്ന് നിന്ന് പറയുന്നു കോൺഗ്രസ് വേറെ സർക്കാർ വേറെ. എന്നാൽ BJPയെ സംബന്ധിച്ച് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പാർട്ടി ഞങ്ങളാണെന്ന് അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്നവർ, അല്ലാതെ കോൺഗ്രസിനെ പോലെയും CPM-നെ പോലെയും ഞങ്ങൾ വേറെയും സർക്കാർ വേറെയുമാണെന്ന് അവർ പറയാറില്ല. പിന്നെ ചാനൽ ചർച്ചയിൽ ഈ BJP വക്താവിനെ വിളിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടാണ്. എന്നിട്ടാണ് ജയ്ക്ക്
ഓഹോ ബഹളം ഉണ്ടാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ട് BJP വക്താവെന്ന് അത് ജനങ്ങൾക്ക് മനസ്സിലാവും, CPM-മാർക്ക് മനസ്സിലാവില്ല. അതാണ് വലിയ യാഥാർത്ഥ്യം. കാരണം ഗോവിന്ദൻ മാഷ് പറയുന്നത് എന്താ, ഞങ്ങൾ പറയും സർക്കാർ ഞങ്ങളുടെ നയം അതല്ല, പിന്നെ CPM-ന്റെ നയം നടത്താനല്ലായിരുന്നോ ഇടത് സർക്കാർ? അതേപോലെ കോൺഗ്രസിന്റെ നയം നടത്താനല്ലേ കോൺഗ്രസിന്റെ സർക്കാർ? UDF സർക്കാർ അല്ല, സോറി, അത് മുസ്ലിം ലീഗിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ നയം നടത്താനാണല്ലോ UDF സർക്കാർ. ഇതൊക്കെ തന്നെ സകലരും തിരിച്ചറിയുക. ഈ ജയിക്കൊക്കെ ഈ പറയുന്ന കടിച്ചാ പൊട്ടാത്ത വാക്കൊക്കെ പറയുന്നതൊക്കെ ജനം പുച്ഛിച്ചു തള്ളു. പിന്നെ ഈ പറയുന്ന സോനം വാങ്ചുക് നല്ല ഒന്നാം തരം രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.